ഞാൻ പിന്നെ ഇറച്ചിയെല്ലാം നമ്മളത് ശരിയായി എന്നായി പോരുത്. നമ്മൾ നെയ്യത്തതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും മജ്‌ലിസ് ഉണ്ടല്ലേ, ഇപ്പം തങ്ങ വരുന്നതുകൊണ്ടോ എന്തോന്നും അറിയില്ല, ഇവിടെ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം ഈയിടെ വെള്ളവും വെച്ച് ചിലർ കുളിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഈ സലാത്ത് കൊണ്ട് തന്നെ എൻ്റെ രോഗം മാറും, ഞാൻ മരിച്ചാലും തിരക്കേടില്ല എന്നുള്ള നെയ്യത്തോടു കൂടി വന്നിരുന്ന് ആ വെള്ളം കുടിച്ചാൽ മാറും. ഇനി അങ്ങനെ പിന്നെ സലാത്തിലിരുന്ന് പിന്നെ എന്താ ചിലപ്പോൾ അള്ളാഹു ഡോസ് കൂടി, അപ്പോൾ ഇവൻ്റെ നെയ്യത്ത് എങ്ങനെ നോക്കണമല്ലോ. അപ്പം പിന്നെ ഈ സലാത്തിരുന്ന് കുറച്ച് ദൂരം ഈ വെള്ളമെല്ലാം കുടിച്ച് കൂരക്ക് വരുത്തുമ്പോൾ കുറച്ചും കൂടി അള്ളാഹ് ഡോസ് അങ്ങ് കൂട്ടി, ഇനി സലാത്തിരുന്നാൽ പറ്റില്ല, ഇനി സലാത്തിൻ്റെ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇനി ഡോക്ടർ എടുത്ത് തന്നെ പോയില്ലേ, നെയ്യത്ത് പോയില്ലേ. ഇതാണ് നമുക്ക് ഞനക്കും നിങ്ങൾക്കും പിന്നെ അപകടം വന്നത്. മരിച്ചാലും തിരക്കുകളില്ല, സലാത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെ എൻ്റെ രോഗം ശിഫിയാവുന്നുള്ള, മരിച്ചാലും അത് എന്ത് വേദന വന്നാലും തിരക്കുകളില്ല, മരിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഒരു നീയത്താണെങ്കിൽ അള്ളാഹു അന്നലക്ക് തന്നെ രോഗം ശിഫപ്പെടുത്തുന്ന അല്ല. നമ്മൾ നീയത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അന്നലക്കും അത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള മോമിനിങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം വിശ്വാസം ഇന്ന് പല യന്ത്രസാമ്യങ്ങൾ കൊണ്ടുമുള്ള വിശ്വാസം വരെ എന്താണ് ഈമാൻ വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം നമ്മളെന്താണ് ഇന്നലേക്ക് ഈ സലാത്തും ദിക്റും എല്ലാ പിന്നെ പള്ളികളിലും എല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിന്? നമ്മളെ ഈമാൻ എന്താണ് രക്ഷപ്പെടാൻ വേണ്ടിയും ഹബീബായ മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ പിന്നെ ബഹുമാനമുള്ള മോമിനിങ്ങളെ, നമ്മുടെ നാട്ടിൽ വരുന്ന ആഫത്ത് മുസീബത്തെട്ട് രോഗങ്ങളെത്തെട്ട് തട്ടാൻ വേണ്ടി മാത്രമാണ് സലാത്ത് എന്താണ് നിർത്തിപ്പോകുന്നത്. അത് ആ നിലയ്ക്ക് എന്താണ് ബഹുമാനമുള്ള മോമിനിങ്ങളെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നിർത്തിപ്പോകുന്നത്. അപ്പം പേരിന് വേണ്ടിയോ അല്ല പ്രസ്തിക്ക് വേണ്ടിയോ അല്ല പിന്നെ പൈസയ്ക്ക് വേണ്ടി അല്ല സലാത്ത് നിർത്തുന്നത്. നമ്മൾ ആ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്ത് കിട്ടാൻ വേണ്ടി. അപ്പം നമ്മളെ കൽബ് എന്താവണം? എല്ലാ നിലക്കും ശുദ്ധീകരിച്ച് എന്താണ് നമ്മളെ കൽബ് ഖാലിസാവണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയുള്ളൂ. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, മുഅ്മിനീങ്ങൾ, സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ അവരാണ്. എന്നല്ലാതെ നമ്മളെന്താണ് താടി പിന്നെ വെച്ചത് കൊണ്ടോ അല്ലെ തലയിൽ കെട്ടിയത് കൊണ്ടോ ഒന്നും ഈമാൻ രക്ഷപ്പെടില്ല. ഈമാൻ രക്ഷപ്പെടണോ എങ്കിൽ കൽബ് എല്ലാ നിലക്കും ശുദ്ധിയുണ്ടാവണം. ഞാൻ പറഞ്ഞത് ഫിത്നയും ഫസാദും ഹസദും കിബറും എല്ലാത്തിനെ തൊട്ടും അവൻ്റെ എന്താണ് കൽബ് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയുള്ളൂ. നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് അല്ലേ? മനുഷ്യൻ കണ്ടുപിടിച്ച ഈ കാറുണ്ട്, ഞാൻ സംസാരിക്കുന്ന മൈക്രോഫോൺ, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറുകൾ, വാനുകൾ, പ്ലെയിനുകളെല്ലാം ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചത്. യാതൊരു സംസാരിക്കുമില്ല ഇല്ലേ? ഇല്ല. എന്നാൽ ബഹുമാനമുള്ള മോമിനിങ്ങളെ, ഇതെല്ലാം കണ്ടുപിടിച്ച മനുഷ്യനിൽ ഒരു സാധനമുണ്ട്, ഒരു യന്ത്രമുണ്ട്, അത് കൽബ്. ആ കൽബ് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ വല്ലത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉദാഹരണത്തിന് ഒരു ഇബ്രാഹിം ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കൽബ് വളരെ മോശമാണ്, വളരെ ചീത്തയാണ്. ആ കൽബ് ശുദ്ധീകരിക്കാൻ ഡോക്ടർ എന്തും ചേരണം. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞെന്താ, എൻ്റെ കൽബ് മോശമാണ്, വളരെ ശുദ്ധിയില്ലാത്തതാണ്, അതുകൊണ്ട് അത് ശുദ്ധീകരിക്കാൻ ഡോക്ടർ എന്തെങ്കിലും ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ഗുളിയോ എന്തും തരണമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒറ്റ നോട്ടം നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും, ആ തരാം, നീ ഇരിക്കട്ടെ. അപ്പം ഡോക്ടർ എഴുതി കൊടുത്ത് 6 ഗുളിക അല്ല 2 or 3 ഗുളിക എഴുതി. ഇത് മെഡിക്കൽ ഷോപ്പിൽ നീ വാങ്ങിയിട്ട് എന്താണോ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ഉറങ്ങാൻ നേരത്ത് കഴിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് കഴിക്കണം. അത് പിന്നെ ഉച്ചക്കല്ല കഴിക്കേണ്ടത്, രാത്രി ഉറങ്ങാൻ നേരത്ത് കഴിക്കണം. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം കഴിക്കണം. ഭക്ഷണത്തിന് മുമ്പായാലും ചിലപ്പോൾ ഉറങ്ങി അങ്ങ് ഭക്ഷണവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഡോക്ടർ എഴുതി കൊടുത്തു. അപ്പോൾ ഇവൻ അത് വാങ്ങിയതാണ്, ഡോക്ടർ തന്നതിനല്ല, എൻ്റെ കൽബ് ശുദ്ധിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇവൻ എന്താണ് ആ മാത്രയും പിന്നെ ഗുളിയും വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് എന്താണ് കഴിക്കണമെന്നാണ് പറഞ്ഞ ഡോക്ടർ. അപ്പം ഭക്ഷണം എല്ലാം കഴിച്ച് ഉറങ്ങാൻ നേരത്തെ അവനെന്താണ് ആ ഗുളിക അങ്ങ് വായിലിട്ട് വെള്ളം കുടിച്ച് കിടന്നു. 5 or 10 മിനിറ്റ് കഴിയുമ്പോൾ അവൻ അങ്ങ് ഉറങ്ങി. ഒരൊറ്റ ഉറക്ക് ഏടെ വരെ, സുബഹിയും ഇല്ല ഒന്നുമില്ല, ഒരു 10 മണി വരെ കിടന്നുറങ്ങി. എല്ലാം എണീച്ച് കുറച്ചവൻ, ഇത് ഡോക്ടർ എന്ത് ഡോക്ടറാണ്? അപ്പം വീണ്ടും പോയി ആ ഡോക്ടറത്തെ, അല്ല ഡോക്ടർ ഞാനിപ്പം നിങ്ങളടുത്ത് വന്നതിനെന്തിനാ ഇന്നലെ വന്നത്? എനക്കും ഉറക്കില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാ? ഞാൻ വന്നത് നിങ്ങളോട് ഉറക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞതെന്താ? എൻ്റെ കൽബ് ശുദ്ധിയില്ല എന്നുള്ളതാണ്. എൻ്റെ കൽബ് ശുദ്ധിയില്ല, അത് ശുദ്ധിയാക്കാൻ വല്ല ടോണിക്കോ മരുന്ന് തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കില്ലാത്ത കേടില്ല. അപ്പോൾ പിന്നെ ഡോക്ടർ ചോദിച്ചാൽ ഇന്നലെ ഈ 5 മിനിറ്റ് കുറവാണ്, ഇന്ന് 100 മിനിറ്റ് കുറവുണ്ട്.
ഇന്ന് 100 മിനിറ്റ് കുറവുണ്ട്. കാരണം ഡോക്ടർക്ക് ഇവിടെ എഴുതാൻ മരുന്നില്ല, അത് കണ്ടുപിടിച്ചിട്ടുമില്ല, അത് കണ്ടുപിടിക്കുകയുമില്ല. ദിക്റോ സലാത്തോ ചെല്ലുന്നതിന് യാതൊരു കുറവുമില്ല. കക്കൂസ് അല്ലാത്ത ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം സലാത്ത് അങ്ങ് ചെല്ലുക. ബഹുമാനമുള്ള മോമിനിങ്ങളെ, അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഖൽബ് ശുദ്ധീകരിക്കും. അപ്പോൾ ആ നിലക്ക് അള്ളാഹു ഉയർച്ച തരികയും ചെയ്യും. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ ജീവിക്കുന്ന കാലത്തോളം അവരെ ഖൽബ് എന്താണ് അവർ ശുദ്ധീകരിച്ചു. അള്ളാഹുവിലേക്ക് അവരെന്താണ് തഖ്വ ചെയ്തു. അള്ളാഹുവിലേക്ക് എന്താണ് അവർ ആ നിലക്ക് ഖൽബ് എന്താണ് ഖാലിസായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു ആ നിലക്കുള്ള ദർജ അവർക്ക് കൊടുത്തു. അപ്പോൾ അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്ത് എവിടെ നടക്കുന്നു അത് അങ്ങ് പിന്നെ എന്താണ് നമ്മൾ ഒരു പള്ളിയിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് കൊണ്ടുവരുന്നതാണ് നിർബന്ധമാണ്. അതിന് അസ്തമിച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമായിരിക്കും അതിന് ഉത്തരവാദിത്വം. അള്ളാഹു പിന്നെ പല നിലക്കുമായിരിക്കും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കാരണം ലോകം സൃഷ്ടിക്കാൻ കാരണമായ ഹബീബാണ്. ആ റസൂലിൻ്റെ സലാത്താണ് എൻ്റെയോ നിങ്ങളെയോ മറ്റുള്ള ഔലിയാക്കന്മാരോട് സലാത്തല്ല, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്താണ്. അപ്പോൾ അത് ബഹുമാനത്തോടുകൂടി വളരെ അകബോടുകൂടി നമ്മൾ കൂട്ടായി സലാത്ത് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ചെല്ലുന്നതും കൂട്ടായി ചെല്ലുന്നതും രണ്ടും വ്യത്യാസമാണ്. ഒറ്റയ്ക്ക് ചെല്ലിയാൽ ആ നിലക്ക്, കൂട്ടമായി സലാത്ത് ചെയ്യാൻ ചിലപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുണ്ടാവും, സ്വാലിഹീങ്ങളുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മലായിക്കത്തുകളുണ്ടാവും, പുറമേ അല്ലാഹുവിൻ്റെ റസൂലും ഉണ്ടായി വരും. അപ്പോൾ അതിനുള്ള കാഴ്ച നമുക്കില്ല. മാത്രമല്ല ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആര് വന്നില്ല ആര് വന്നു എന്നെല്ലാം അല്ലാഹുവിൻ്റെ റസൂലിന് അവിടെ കാണിക്കപ്പെടുമെന്നാണ്. അതിനെല്ലാം ഇന്നിപ്പം നമുക്ക് സംശയമില്ലല്ലോ. അമേരിക്കയിൽ നടക്കുന്ന ഇവിടെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സൗദിയിൽ നടക്കുന്ന ഇവിടെ കാണുന്നുണ്ട്, പാകിസ്ഥാനിൽ നടക്കുന്ന ഇവിടെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് നടക്കുന്ന ഇവിടെ കാണുന്നുണ്ട്. എല്ലാം നാലിൽ യാതൊരു സംശയം ആയിരിക്കില്ല, നമുക്കും നിങ്ങൾക്കില്ല. എന്നാൽ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിനെ ആ നിലക്ക് തന്നെ ഞാനും നിങ്ങളും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന രൂപങ്ങളാണ്, ഫോട്ടോകളാണ്. എന്നാൽ നേരെ മറിച്ച് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിന് കാണിക്കുന്നതാണ് ജസദ് തന്നെയാണ്. ഞാനും നിങ്ങളും എങ്ങനെ സംസാരിക്കുന്നുവോ ആ സംസാരിക്കുന്ന അതേ നില തന്നെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ കാണിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് നമ്മളെ തൊട്ട് മറന്നേ അർത്ഥമുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടുള്ള ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എന്താണ് പോയെന്നേ അർത്ഥമുള്ളൂ. എന്നല്ല അല്ലാഹുവിൻ്റെ റസൂലിന് എന്താണ് മരണമില്ല. അത് ഞാനും നിങ്ങളും എന്താണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കുമാണ് എന്താണ് മരണം. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് മറ്റൊരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് മറങ്ങുന്നേ അർത്ഥമുള്ളൂ. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് ഏതുമ്മാൻ്റെ അല്ലെങ്കിൽ ഏത് ബാപ്പാൻ്റെ മകനാണോ വന്ന് അല്ലെങ്കിൽ ഏത് ഉമ്മാൻ്റെ മകനാണോ വന്ന് എന്നുള്ളതെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ എന്താണ് ആ ജസദ് തന്നെ അല്ലെങ്കിൽ ആ പള്ളി തന്നെ ആ ജസദ് അടക്കം എന്താണ് അല്ലാഹുവിൻ്റെ റസൂലിനെ അവിടെ കാണിക്കപ്പെടുമെന്ന ആ സമയത്ത് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ പറയുമെന്താ, ഇന്ന് മുഹമ്മദിൻ്റെ മകൻ ഇബ്രാഹിം ഇതാ നബിയെ തങ്ങളെന്താണ് സ്നേഹം വെച്ച് വന്നവനാണ്. അത് അല്ലാഹു എന്താണ് റസൂലിൻ്റെ സലാത്ത് ഇവിടെ നടക്കും. അവൻ പരിശ്രമിച്ച് വന്നതാണ് നബിയെ, അതുകൊണ്ട് അവനിക്ക് എന്താണ് ശഫാഅത്ത് ചെയ്തുകൊള്ളണം. അതുപോലെ തന്നെ ഇന്ന് മുഹമ്മദിൻ്റെ മകൻ അല്ലെ ഇന്ന് ആയിഷാൻ്റെ മകൻ നബിയെ തങ്ങളെ സലാത്ത് നടക്കുന്ന സമയത്ത് അത് ആ റോട്ടിൽ എന്താണ് അവൻ നടന്നവനാണ്. ഇവനെന്താണ് അല്ലാഹുവിൻ്റെ റസൂലിനെ ഹുബ്ബ് വെക്കാത്തവനാണ്, സ്നേഹം വെക്കാത്തവനാണ്. അതുകൊണ്ട് നബിയെ തങ്ങൾ ഒരിക്കലും അവനിക്ക് എന്താണ് ശഫാഅത്ത് ചെയ്തു പോകരുത് എന്നാണ് അവിടെ എന്നാണ് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാണ്. മാത്രമല്ല ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സലാത്ത് എന്താണ് ഒരുത്തൻ എന്താണ് പെരുമിന് എന്താണ് വലിയ പേര് കേൾക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ പെരുമയ്ക്ക് വേണ്ടിയാണ് സലാത്ത് ചെല്ലുന്നത്. നാളും അല്ലാഹു കൂലി നൽകപ്പെടുമെന്നാണ്. അത് സലാത്തിനുള്ള പ്രത്യേകത. സലാത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഒരാൾ എന്താണ് ഞാൻ സലാത്ത് ചെല്ലുന്ന വലിയൊരാളാണെന്ന് അറിയാൻ വേണ്ടി തന്നെ അവൻ സലാത്ത് ചെല്ലിയാലോ അല്ലാഹുവിന് കൂലി നൽകപ്പെടണം. നേരെ മറിച്ച് ഒരു ഒരു വ്യക്തി ഒരു പണക്കാരന് എന്താണ് ഞാൻ വലിയ പണം കൊടുക്കുന്നവനാണെന്ന് അറിയാൻ വേണ്ടി അവനിപ്പോൾ പണം അങ്ങ് കൊടുക്കാൻ തുടങ്ങിയാൽ ആ സദഖ അല്ലാഹു സ്വീകരിക്കപ്പെടൂല, അത് വലിച്ചെറിഞ്ഞാണ്. അതാണ് തമ്മിൽ വ്യത്യാസം. ഒരു പണക്കാരന് ഞാൻ എന്താണ് വലിയ പണം കൊടുക്കുന്നവരാണ്, അല്ല എൻ്റെ പേര് കേൾക്കണം, അല്ല എൻ്റെ പ്രസിദ്ധി കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് അവൻ സദഖ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സദഖ അല്ലാഹു വലിച്ചെറിയപ്പെടുമെന്നാണ്. നേരെ മറിച്ച് ഒരുത്തൻ സലാത്ത് ഞാൻ എന്താണ് എന്നെ സലാത്ത് നിന്ന് അറിയപ്പെടണോ എന്ന് ആ നിലക്ക്, അല്ല എൻ്റെ പേര് അറിയപ്പെടണോ എന്നെല്ലാം പറഞ്ഞ് ആ നിലക്ക് സലാത്ത് ചെല്ലിയാലും അല്ലാഹു അതിന് കൂലി നൽകപ്പെടുമെന്നാണ്. അത് സലാത്തിൻ്റെ പ്രത്യേകതയാണ്. അത് മറ്റുള്ളതൊന്നും അത് ഒരു പ്രത്യേകതയില്ല. അപ്പം മനസ്സിലാക്കണം ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്ത് ആ മജ്ലിസിൽ എന്താണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുക, നമ്മളെ കൽബെല്ലാം എന്താണ് ശുദ്ധീകരിക്കുക. ഗ്ലാസ് പോലെ ആവണം നമ്മളെ കൽബ്, ഗീറ്റാവരുത്. ഗീറ്റ് ഏതാ
ഇത്രയും ഫസാദുവാ. ഇന്ന് മിഞ്ഞാന്ന് ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ബഹുമാനമുള്ള മോമിനിങ്ങളെ, അസ്മാൻ്റെ വീട്ടിലുണ്ടോ എന്നറിയില്ല. എൻ്റെ അടുക്ക് ഒരാൾ അസ്മാ നോക്കിയിട്ട് പറഞ്ഞ്, പിന്നെ നിങ്ങൾക്ക് എല്ലാ ദോഷമുണ്ട്, സീറുണ്ട്, അതുണ്ട്, മണ്ണെല്ലാം ഉണ്ട്, പോരായിട്ട് നാഗദോഷം എന്ന് പറഞ്ഞൊരു ദോഷമുണ്ട്. അപ്പം നാഗദോഷം എന്ന് പറഞ്ഞൊരു ദോഷമില്ല, നിസ്കരിക്കാത്ത ദോഷമുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞ് എന്താ ഉസ്താദെ ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ എന്താക്കണം